ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. ഭയങ്കര ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട്. മിക്സി യൂസ് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. കുറച്ചധികം സ്റ്റെപ്സ് ഉണ്ട് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തു വെക്കാം. ആദ്യം തന്നെ ഒരു കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ഡേറ്റ്സ് ചെറുതായി കട്ട് ചെയ്ത് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കാം. 1/2 കപ്പ് നട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്ത് 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടിയും 1 ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ ബദാമും കാഷ്യൂ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നട്ട്സ് നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പാനിലേക്ക് 1/2 കപ്പ് ഷുഗർ 1 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് കാരമൽ ചെയ്തെടുക്കാം. ഇനി കാരമൽ ചെയ്യുന്ന സമയത്ത് നല്ലോണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കാരമൽ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നല്ലോണം കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കാം. ഇനി ഈ ഒരു സമയത്ത് 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പൊ ചൂടുവെള്ളം ചേർക്കുന്ന സമയത്ത് കട്ട പിടിച്ചാൽ പ്രശ്നമൊന്നുമില്ല, ഒന്നുകൂടെ ഒന്നത് ചൂടാക്കി എടുത്താൽ മതി. ഇനി കാരമൽ സിറപ്പിലേക്ക് 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. നേരത്തെ കുതിർക്കാൻ വെച്ച ഡേറ്റ്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട, 1/4 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ വനില എസൻസും ചേർത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കുക. ഇനി ബാറ്റർ ഒരു ബൗളിലേക്ക് മാറ്റി നേരത്തെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് വെച്ച ഡേറ്റ്സും ക്യാരറ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ച നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിതിൽ 1/4 ടീസ്പൂൺ സിന്നമൺ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ ഉണ്ട് ഇത് ചേർക്കുന്ന സമയത്ത്. നിങ്ങളതിൽ കാരമൽ സോസ് ഉണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ കാരമൽ സോസ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ബാറ്റർ ഇതുപോലത്തെ ഒരു ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഓവനിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 45 മിനിറ്റ് കൊണ്ടാണ് എനിക്കിത് ബേക്കായി കിട്ടിയത്. ഗ്യാസിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ അടിയിൽ എന്തെങ്കിലും കട്ടിയില് പഴയ ഫ്രൈ പാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രത്തിന്റെ അടപ്പോ വെച്ചിട്ട് നിങ്ങൾക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിത് പിറ്റേ ദിവസമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഈ ഒരു കേക്ക് നമുക്ക് കുറച്ചധികം ദിവസം തന്നെ കേടാവാതെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിന്റെ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.